ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ എലീശ പ്രവാചകൻ ദൈവസന്നിധിയിൽ രാജാവിനോട് പ്രവചിക്കുന്ന ഒരു പ്രവചന ശബ്ദം അവിടെയുണ്ട്. എലീശ പറയുകയാണ്, നാളെ ഈ നേരത്ത് ശമരിയയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രിയരെ, എലീശയുടെ വാക്കല്ല, ദൈവം പറഞ്ഞ ഒരു പ്രവചനം രാജാവിനോട് പറയുകയാണ്. നാളെ ഈ നേരത്ത് ശക്തമായ പ്രവചന ശബ്ദത്തിൻ്റെ നടുവിൽ തൊട്ടടുത്ത് രാജാവിനോട് ചേർന്ന് നിൽക്കുന്ന അകമ്പടി നായകൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണോ ദൈവം പറഞ്ഞ ദൂത്, അതിന് വിപരീതമായിട്ട് പറയുകയാണ്. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാൽ പോലും അത് സംഭവിക്കത്തില്ല. എന്നാൽ പ്രവാചകന്റെ അടുത്ത ദൂത് ഇങ്ങനെയാണ്. അകമ്പടി നായകനോട് പറയുകയാണ്, നീ അത് കാണും, പക്ഷേ നീ അത് തിന്നുകയില്ല. പ്രിയരെ, സാഹചര്യങ്ങളെ നോക്കാതെ ഓർക്കണം, എലീശ പ്രവചിക്കുന്ന ആ പ്രവചനത്തിൻ്റെ കാലഘട്ടം ഒരു സ്ത്രീയുടെ മകനെ 2 സ്ത്രീകൾ ചേർന്ന് ഒരുമിച്ച് ഭക്ഷിക്കുന്ന കാലഘട്ടം, ക്ഷാമത്തിൻ്റെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന കാലഘട്ടം. ക്ഷാമമെന്നല്ല, മഹാക്ഷാമം എന്ന് പറയാം. മക്കളെ തമ്മിൽ തിന്നുന്ന കാലഘട്ടത്തിൽ പ്രവാചകനായ എലീശ പറയുകയാണ്, സാഹചര്യം എന്തോ ആയിക്കൊള്ളട്ടെ, നാളെ ഈ നേരത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രിയരെ, കേട്ട ദൈവത്തിൻ്റെ ദൂത് അതുപോലെ ഒരു അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ പറഞ്ഞ ദൂത് അതേ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ ദൂത് നിറവേറിയെന്ന് മാത്രമല്ല, അവിടെ ഗോതമ്പും യവവും കൊടുത്തെന്ന് മാത്രമല്ല, അകമ്പടി നായകൻ അത് കണ്ടു. ഈ ഗോതമ്പും യവവും 1 സെയാക്ക് കൊടുക്കുന്നത് അകമ്പടി നായകൻ കണ്ടു. കാണുക മാത്രമല്ല, തനിക്കത് തിന്നാൻ കഴിയാത്ത നിലയിൽ ജനത്തിൻ്റെ ചവിട്ടുകൊണ്ട് അകമ്പടി നായകൻ മരിക്കേണ്ടി വന്നു. പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് സാഹചര്യങ്ങളെ നോക്കാതെ ചില ദൂതുകൾ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മോട് പറയുന്ന ദൂത് നമ്മുടെ അടുത്ത് നിൽക്കുന്നവർക്ക് അകമ്പടി നായകൻ പറഞ്ഞതുപോലെയാണ്. ആ സെക്കൻഡിൽ തന്നെ തിരിച്ചു പറയുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും? രാത്രിയും പകലും പോലെ അന്തരം കിടക്കുന്ന പ്രവചനമല്ലേ കേട്ടത്? എന്നാൽ കേട്ട വ്യക്തി മുറുകെ പിടിക്കാൻ റെഡിയാണെങ്കിൽ, നിന്റെ സാഹചര്യം നോക്കാതെ, നിന്റെ അവസ്ഥയെ നോക്കാതെ, നിന്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ സ്ഥിതികളൊന്നും നോക്കാതെ പറഞ്ഞ ദൈവത്തെ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, മഹാക്ഷാമത്തിൻ്റെ നടുവിലും അന്ന് പ്രവചനം നിവർത്തിയായെങ്കിൽ, ഈ സന്ദേശം കേൾക്കുമ്പോൾ ആരൊക്കെയോ എങ്ങനെ മുന്നോട്ട് എന്ന് ചിന്തിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുക, അന്ന് ചെയ്ത അതേ ദൈവം ഇന്നും ജീവിക്കുന്നു. നിങ്ങളുടെ ക്ഷാമത്തെ മാറ്റി, സാഹചര്യങ്ങളെ മാറ്റി അത്ഭുതം ചെയ്യുന്ന ദൈവം ഇന്നും നിങ്ങളുടെ ലൈഫിൽ അത്ഭുതം ചെയ്യും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.